ലൈംഗികാരോപണ പരാതികളിൽ മൗനം വെടിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു. തന്നെ കുടുക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും താൻ കാരണം പ്രവർത്തകർ തലകുനിക്കേണ്ടി വരില്ലെന്നും രാഹുൽ പറഞ്ഞു. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വാ തുറന്നിരിക്കുന്നു. പക്ഷേ തനിക്കെതിരായ ആരോപണങ്ങളെ അതേ രീതിയിൽ പ്രതിരോധിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തിരിക്കുന്നത്. ഒന്ന്, അവന്തികയുടെ കാര്യം മാത്രമാണ് വിശദീകരിച്ചത്. മറ്റ് പെൺകുട്ടികളുടെ കാര്യത്തിൽ, മറ്റ് ഓഡിയോ സന്ദേശങ്ങളുടെ കാര്യത്തിൽ ഒരു പ്രതികരണവുമില്ല. അവന്തികയുടെ കാര്യത്തിൽ മാത്രം ഈ വലിയ ആരോപണങ്ങളെ പ്രതിരോധിക്കാനാണോ രാഹുൽ ശ്രമിച്ചത്? രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ആരോപണങ്ങൾ പലതുണ്ട്, ഗൗരവകരമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഇതിൽ എല്ലാത്തിനുമൊന്നും മറുപടിയില്ല. രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശബ്ദ സന്ദേശം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നു. ഒരു മാധ്യമ പ്രവർത്തകൻ അവന്തികയുമായി സംസാരിച്ച ശബ്ദ സന്ദേശമാണ് അതിൽ രാഹുൽ മാങ്കൂട്ടത്തെ കൊടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ചില ലക്ഷ്യങ്ങൾ നടക്കുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. ആ ശബ്ദ സന്ദേശം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം പ്രതിരോധം തീർക്കുന്നത് ശ്രമങ്ങൾ നടത്തിയത്. പക്ഷേ ഗൗരവകരമായിട്ടുള്ള പല ആരോപണങ്ങളും ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിലുണ്ട്. വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. 4 ഓഡിയോ സന്ദേശങ്ങൾ, അത് ഗർഭചിത്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്ന അടക്കമുള്ള വധഭീഷണി അടക്കമുള്ള 4ഓളം ഓഡിയോ സന്ദേശങ്ങൾ, ശബ്ദശകലങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാര്യത്തിലൊന്നും കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല. 3 ദിവസത്തിന് ശേഷമാണ് മാധ്യമങ്ങളോട് രാഹുൽ മാങ്കൂട്ടം പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. ഇന്നലെ ഇതേ രീതിയിൽ തന്നെയാണ് വൈകിട്ട് വാർത്താ സമ്മേളനം രാഹുൽ മാങ്കൂട്ടം വിളിച്ചു ചേർക്കുകയും പിന്നീട് അവസാന നിമിഷം അത് നേതാക്കൾ ഇടപെട്ട് ഒഴിവാക്കുകയും ചെയ്തത്. സമാനമായി തന്നെ ഇന്ന് ഈ ആരോപണങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടം നടത്തിയതുപോലെ സമാനമായ ചില രീതിയിൽ തന്നെ ആരോപണങ്ങൾ പ്രതിരോധിക്കുന്നതിനുള്ള ശ്രമമായിരിക്കാം ഇന്നലെയും രാഹുൽ മാങ്കൂട്ടം നടത്തിയത് എന്നുള്ളതാണ് ഈ സമയം വിലയിരുത്തുന്നത്. രാജി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവില്ല എന്നുള്ള സൂചനകളും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഇന്നലെയും സമാനമായി തന്നെ രാജി പ്രഖ്യാപനം ഉണ്ടാവില്ല എന്നുള്ളതായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിലപാട്. ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാജി സമ്മർദ്ദം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. പക്ഷേ രാജിയുമായി മുന്നോട്ട് പോകുന്നില്ല. രാജി പ്രഖ്യാപനം ഉടൻ ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നു. ഇനിയും വരും ദിവസങ്ങളിൽ തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളെ ചെറുത്തുനിൽപ്പോടുകൂടി തന്നെ തെളിവുകളോട് തന്നെ പുറത്തുവിടുമെന്നാണ് രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും പറയുന്നത്. അത് മാധ്യമങ്ങളിൽ കൂടി തന്നെ പുറത്തേക്ക് വിടും. അടുത്ത ദിവസങ്ങളിൽ പറയേണ്ട സമയത്ത് തനിക്ക് നേരെ ഉണ്ടായിരിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടാകും എന്ന് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ അല്പസമയം മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം, ഈ 3 ദിവസത്തിനിടയ്ക്ക് ഉയർന്നു വന്നിരിക്കുന്ന ഒന്നിനു പുറകെ മറ്റൊന്നായി ഉയർന്നു വന്നിരിക്കുന്ന ഗൗരവകരമായിട്ടുള്ള പല ആരോപണങ്ങൾ, പല ഈ ലൈംഗിക ആരോപണങ്ങൾ, വിഷയങ്ങൾ, ഇതിലൊന്നും കൃത്യമായി മറുപടി നൽകാൻ ഈ 3 ദിവസത്തിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും രാഹുൽ മാങ്കൂട്ടം തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഈ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ടാണ്, ശബ്ദശകലവുമായി ബന്ധപ്പെട്ടതാണ്. നേരത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് 3 ദിവസം മുൻപ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ ചോദ്യം പ്രധാനപ്പെട്ട ഒന്നായിട്ട് ഉയർന്നിരുന്നു. ഇതിൽ ഉള്ള ശബ്ദം രാഹുലിന്റെ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുമോ എന്നുള്ളതായിരുന്നു മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട ചോദ്യം. അന്നും ഈ ഇത്തരത്തിലുള്ള കൃത്രിമത്തിൽ ശബ്ദങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറിയ രാഹുൽ അത് തന്റെ ശബ്ദമാണോ അല്ലയോ എന്ന വ്യക്തത വരുത്താൻ തയ്യാറാകാതെ, സ്ഥിരീകരിക്കാൻ തയ്യാറാകാതെ ഒഴിഞ്ഞുമാറുകയാണ്. രാജ്യ പ്രഖ്യാപനം നടത്തി ഒഴിഞ്ഞുമാറുകയാണ്. സമാനമായി തന്നെ ഇന്ന് ഈ അവന്തികയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മാത്രം കൃത്യമായ ഒരു മറുപടി നൽകാൻ ശ്രമിക്കുന്നു, പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുന്നു. മറ്റ് ആരോപണങ്ങൾക്കൊന്നും മറുപടി നൽകുന്നില്ല. രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറുന്നു. രാജി സമ്മർദ്ദം AIC തലത്തിൽ നിന്ന് മുതൽ ഉണ്ടാകുന്നു. കോൺഗ്രസ് പാർട്ടിയെ തന്നെ വലിയ രീതിയിൽ ഈ വിഷയം പ്രതിരോധത്തിലാക്കുന്നു. വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്നുള്ള സമ്മർദ്ദം ഉണ്ടാകുന്നു. ചർച്ചകൾ ഉണ്ടാകുന്നു. കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികളിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള ആളുകൾ കൈയൊഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സാഹചര്യമൊക്കെ വിലയിരുത്തിക്കൊണ്ട് രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടം ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനും കൃത്യമായ മറുപടി നൽകാൻ രാഹുൽ തയ്യാറാകുന്നില്ല. പക്ഷേ മറുപടികൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോഴും അടുത്ത ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ കൂടി തന്നെ തനിക്ക് നേരെ ഉയർന്നിരിക്കുന്ന മാധ്യമങ്ങൾക്ക് ജനകീയ കോടതിയിൽ താൻ മറുപടി നൽകുമെന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ താൻ തയ്യാറാകുകയില്ല. താൻ മൂലം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിരിക്കുന്ന അഭിമാനക്കേടിന് മാപ്പ് ചോദിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സ്വയം ന്യായീകരിച്ചുകൊണ്ട് വിശദീകരണം തുടരുക. പ്രജിത്ത് ചേരുന്നുണ്ട്. പ്രജിത്ത്, അതീവ ദുർബലമായ പ്രതിരോധം, അങ്ങനെ പ്രതിരോധത്തിൽ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് അല്പസമയം മുമ്പ് മാധ്യമങ്ങൾ കണ്ടത്. സ്വാഭാവികമായും മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചത് രാഹുൽ രാജിവെക്കാൻ പോകുന്നു എന്നതാണ്. ഒന്ന്, ഈ നൽകുന്ന സന്ദേശം പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന് രാഹുൽ പറയാതെ പറഞ്ഞിരിക്കുകയാണ്. അതായത് രാജിയില്ല. AICC അടക്കം കൈവിട്ട ഒരു സാഹചര്യത്തിലും പാർട്ടിക്ക് വഴങ്ങാതെ നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണുകയാണ്. 2, അവന്തിക എന്ന ട്രാൻസ്ജെൻഡർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മാത്രമാണ്
അത് ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് അതിൽ മാത്രമാണ് ഒരു ന്യായീകരണം രാഹുൽ നടത്തിയിരിക്കുന്നത്. പക്ഷേ അതീവ ഗുരുതരമായ കോൾ റെക്കോർഡ് അടക്കമുള്ള ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന അത്തരത്തിൽ തന്നെ കൊല്ലാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം എനിക്ക് മതി എന്ന് ഒരു പെൺകുട്ടിയോട് പറയുന്ന അതീവ ഗുരുതരമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന കോൾ റെക്കോർഡിനെ കുറിച്ച് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് പ്രതികരണമില്ല. തീർത്തും ദുർബലനായ ഒരു രാഹുലിനെയല്ലേ നമ്മൾ കാണുന്നത് ഇപ്പോൾ? രണ്ട് രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. കാരണം രാഹുൽ ഇപ്പോഴും ഈ രാജി ആവശ്യം പാർട്ടി മുന്നോട്ട് പാർട്ടിയുടെ നിലപാടായി AICC നേതൃത്വത്തിൽ KPCC നേതൃത്വം കൃത്യമായി അറിയിച്ചിട്ടും രാഹുൽ തന്റെ ആ ഒരു ഭാഗം കുറച്ചുകൂടി ന്യായീകരിക്കുകയാണ്. അതിന് രാഹുലിനെ പറയുന്നതിന് നമുക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്ന്, രാഹുൽ നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ഒരു ചർച്ച അത് സൃഷ്ടിക്കുകയാണ് രാഹുൽ. അത് മാധ്യമങ്ങൾക്ക് മുന്നിലും പൊതുജനങ്ങൾക്ക് മുന്നിലും അത്തരം ഒരു ചർച്ചയ്ക്കുള്ള സാഹചര്യമാണ് രാഹുൽ നിലവിൽ തുറന്നുപിടിക്കുന്നത്. അത് ഈ അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡറുടെ ആരോപണവുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചർച്ച സൃഷ്ടിക്കാൻ രാഹുൽ ശ്രമിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് താൻ ഈ പാർട്ടിയെ എല്ലാ കാലത്തും പ്രതിരോധിച്ചതാണ്. പാർട്ടി പ്രതിസന്ധിയിലാക്കുമ്പോൾ അത് സമരമാണെങ്കിൽ സമരം, അല്ലെങ്കിൽ ചാനൽ ചർച്ചയ്ക്ക് ചാനൽ ചർച്ച, മറ്റു രീതിയിലാണെങ്കിൽ അങ്ങനെ എല്ലാ പാർട്ടിയെ പ്രതിരോധിച്ചിരിക്കുന്ന ഒരാളാണ്. തനിക്ക് പാർട്ടി പ്രതിരോധം തരണം എന്ന രീതിയിൽ കൂടി രാഹുൽ ഒന്ന് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർക്ക് മുന്നിലേക്ക് രാഹുൽ അത്തരം ഒരു സന്ദേശം കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നീ രാഹുലിന്റെ രാജിയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ഒരു ഭിന്നതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ മുതിർന്ന നേതാക്കളായിട്ടുള്ള രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ളവർ രാഹുൽ രാജിവെക്കണമെന്ന് പറയുമ്പോൾ അതങ്ങനെ വേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഭാഗവും പാർട്ടിക്കകത്തുണ്ട്. കാരണം അവർ ചൂണ്ടിക്കാട്ടുന്ന പലവിധ കാരണങ്ങളുണ്ട്. ചിലർ രാഹുലിനെ വിശ്വസിക്കുന്നുണ്ടാകാം, മറ്റു ചിലരാകട്ടെ വരുന്ന ഇനി ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യത അതുണ്ടാകരുത് എന്നൊക്കെയുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രാഹുലിന്റെ രാജിക്ക് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ സൈബർ ആക്രമണം കോൺഗ്രസിന്റെ തന്നെ ആളുകളിൽ നിന്നുണ്ടാകുന്നു, അല്ലെങ്കിൽ അത്തരം ചില നിലപാടുകൾ ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് പോലും എന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ കണ്ടതാണ്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആ രീതിയിലുള്ള പ്രതികരണം ഉണ്ടായാൽ അത് നേരിട്ട് ചെന്ന് തിരിച്ചു പ്രതികരിക്കുമെന്നൊക്കെയുള്ള ചില നേതാക്കളുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെ നമ്മൾ ജനം TV വാർത്ത നൽകിയതാണ്. അപ്പോൾ അത്തരമൊരു തർക്കം അതിൽ നടക്കുന്നുണ്ട്. അതിനുകൂടി രാഹുൽ എരിവ് പകരുന്നുണ്ട് എന്നുള്ളത് കൂടി ഘട്ടത്തിൽ കാണേണ്ടിയിരിക്കുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നിനു പോലും മറുപടി നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിൽക്കാതെ രാഹുൽ മടങ്ങുന്നു. തനിക്കുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. അവിടെ ചില ആശയക്കുഴപ്പങ്ങൾ, അതായത് ഒന്ന്, ഈ ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള കാര്യത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്കുള്ള വഴി തുറന്നു വിടുന്നു. അതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ചയ്ക്കുള്ള സാധ്യതകൾ തുറന്നിടുന്നു. അതേസമയം തന്നെ പാർട്ടിയോട് താൻ ഈ പാർട്ടിയെ എല്ലാ കാലത്തും പ്രതിരോധിച്ചയാളാണ് എന്ന രീതിയിലുള്ള ഒരു നിലപാടും സ്വീകരിക്കുന്നു. സാധാരണഗതിയിൽ ഇപ്പോൾ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നേതൃത്വത്തിന് നിലപാട് രാജിയാണെന്ന് രാഹുലിനറിയാം. ആ അറിവ് വെച്ചുകൊണ്ട് തന്നെയാണ് രാഹുൽ പാർട്ടിക്ക് വഴങ്ങാതെ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എന്തായാലും രാഹുൽ ഈ ഘട്ടത്തിലും രാജിക്കില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ അവന്തികയുടെ ആരോപണം മാത്രമല്ല, ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ കൊലപ്പെടുത്താൻ തനിക്ക് എത്ര സമയം വേണമെന്ന് പറയുന്ന രീതിയിൽ ഒരു ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ, അത് തൻ്റെ ശബ്ദരേഖയാണ് എന്നുള്ളത് നിഷേധിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല. അല്ലെങ്കിൽ അതിലേതെങ്കിലും രീതിയിലുള്ളൊരു മറുവാദം ഉയർത്തി ആ ആരോപണത്തിൻ്റെ സാധുതയെ അല്ലെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ രാഹുൽ ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് സംബന്ധിച്ച മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കും രാഹുൽ മറുപടി പറയുന്നില്ല. ഒരു അവസാനവട്ട ശ്രമം കൂടി രാഹുൽ നടത്തുകയാണോ എന്നുകൂടിയുള്ള ഒരു സംശയം കൂടി നമുക്ക് ഇതിൽ മുന്നോട്ട് വയ്ക്കാം. പ്രജിത്ത്, അങ്ങനെ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കോൺഗ്രസിലെ തന്നെ മുതിർന്ന വനിതാ നേതാക്കൾ, ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ രാഹുലിന്റെ രാജി ആവശ്യപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. പക്ഷേ ഈ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്ന കൃത്യമായ നിലപാടാണ് രാഹുൽ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ മുന്നോട്ട് വെക്കുന്നത്. അതെന്താകാം? ഏതെങ്കിലും വിധത്തിലുള്ള ഒത്തുതീർപ്പുകൾ ഇപ്പോഴും നടക്കുന്നു എന്നാണോ മനസ്സിലാകുന്നത്? കാരണം അവന്തികയുടെ കാര്യത്തിൽ വളരെ കൃത്യമായി ഒരു സേഫ് പൊസിഷൻ എടുത്തുകൊണ്ട് രാഹുൽ മുന്നോട്ട് വരുന്ന സാഹചര്യം. പക്ഷേ മറ്റ് അതീവ ഗുരുതരമായ ആരോപണങ്ങളിലേക്ക് ഒരു ചോദ്യത്തിനുള്ള മറുപടി പോലും രാഹുൽ പറയുന്നുമില്ല. എന്താണ് സംഭവിക്കുന്നത്?
ഈ രാജ്യ ആവശ്യം പരമാവധി അത് നീട്ടിക്കൊണ്ട് പോവുകയാണ് രാഹുൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയും. കാരണം രാഹുലിന് ഈ ഇപ്പോൾ ഓരോ തവണയും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സമയത്ത്, അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വീടുകളിൽ അത്രയധികം മാധ്യമപ്പട കാത്തു നിൽക്കുന്നുമുണ്ട്. രാഹുൽ പറയുന്ന ഓരോ കാര്യങ്ങളും അവർ മാധ്യമങ്ങൾ ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിഷയം രാജി എന്നുള്ള പാർട്ടിയുടെ ഒരു നിലപാട്, ഇപ്പോൾ പാർട്ടിയുടെ നിലപാട് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ കേരളത്തിലെ ഏറ്റവും ശക്തരായ രണ്ട് നേതാക്കൾ വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും രാഹുലിന്റെ രാജിക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്ത് നിൽക്കുന്നുണ്ട്. രാജിയില്ലാതെ മറ്റൊരു വഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് അവർ പോകുന്നു. KPCC അധ്യക്ഷൻ തന്നെ AICC നേതൃത്വത്തെ രാജി തന്നെ വേണം എന്നുള്ളൊരു നിലപാട് അറിയിക്കുന്നു. AICC നേതൃത്വത്തിനും നേരത്തെ തന്നെ രാഹുലിനെതിരെ കിട്ടിയിട്ടുള്ള പരാതികളൊക്കെ അവരുടെ മുന്നിലുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ചർച്ച ചെയ്തിട്ടാണ് രാഹുലിന്റെ രാജി എന്നൊരു നിലപാടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നത്. അത് ഏകദേശം പാർട്ടിയിൽ പാലക്കാടേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. പാലക്കാട് അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, പാലക്കാട് ജനതയെ അടക്കം വെല്ലുവിളിച്ചിരിക്കുന്ന ഒരു സമീപനം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. രാഹുലിനെതിരെ ഉയർന്ന അതീവ ഗുരുതരമായ ആരോപണങ്ങളിൽ ഒരു കാര്യത്തിൽ മാത്രം, ട്രാൻസ്ജെൻഡർ അവന്തികയുടെ കാര്യത്തിൽ മാത്രമാണ് ഒരു അതും ദുർബലമായ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. പക്ഷേ ഗുരുതരമായ ആരോപണങ്ങളിൽ ഒന്നും തന്നെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത്? നിലിമ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്ത് നിന്ന് ഈ രാജി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമെന്നുള്ളതായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ രാജിക്ക് രാഹുൽ വഴങ്ങാതെ സ്വന്തം ഭാഗത്തെ പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ നിരത്തി മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടതോടുകൂടി വ്യക്തമാവുന്നത്. അതിൽ തന്നെ ഈ രാഹുൽ പറയുന്ന കാര്യങ്ങളിൽ വല്ല കഴമ്പുണ്ടോ എന്ന് നോക്കിയാൽ യാതൊരു കഴമ്പുമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ട്രാൻസ്ജെൻഡർ അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓഗസ്റ്റ് 1-ാം തീയതി നടന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഉയർന്ന ആരോപണങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ആ ഓഗസ്റ്റ് 1-ാം തീയതി ഈ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിനോടോ മറ്റോ ഈ അവന്തിക തനിക്കുണ്ടായ ദുരനുഭവം ആദ്യം പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് വേറൊരു മാധ്യമ പ്രവർത്തകൻ അത് ചോദിച്ചറിയുന്നതിന് വേണ്ടി വിളിക്കുന്നു. ആ സമയത്ത് അവന്തിക അതിനെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. ഇത്തരം കാര്യങ്ങളിൽ ആ സമയത്തെ ഫോൺ സംഭാഷണമോ മറ്റോ റെക്കോർഡ് ലഭിച്ചതോടുകൂടെ അതിനെ പറഞ്ഞുകൊണ്ട് അതിൽ തെറ്റായ രീതിയിൽ ഗൂഢാലോചന നടത്തിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു സ്വയം ഇരവാദം ഉന്നയിക്കുന്നതിന് വേണ്ടി, ആളുകളിൽ നിന്നൊരു സഹതാപം പിടിച്ച് പറ്റുന്നതിന് വേണ്ടി ഒരു ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യവുമായി മുന്നോട്ട് വരികയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനപ്പുറം ഇതിലെന്തെങ്കിലും കഴമ്പുണ്ടോ ചോദിച്ചാൽ ഒരു കഴമ്പുമില്ല. മാത്രമല്ല ഇവിടെ വിഷയം ഈ ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയത്തിനൊപ്പം തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള നിരവധി ഓഡിയോ സന്ദേശങ്ങളാണ്. അതായത് ഒരു യുവതിയോട് ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി വലിയ രീതിയിൽ അതിനു വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഒപ്പം തന്നെ ആ യുവതിയെ അസഭ്യം പറയുന്നു, ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്തിട്ടും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊന്നും പറയാൻ ഇവിടെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. ഏതായാലും ഈ അവന്തിക, നമുക്കറിയാം അവന്തിക പറഞ്ഞൊരു കാര്യം എന്നുള്ളത് തന്നെ മറ്റൊരു സംസ്ഥാനത്ത് കൊണ്ടുപോയി പീഡിപ്പിക്കണം, മൃഗീയമായി ബലാത്സംഗം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എന്ന തരത്തിലാണ് അവന്തിക അന്ന് ആരോപണമായിട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അതിനപ്പുറം അവന്തിക പറഞ്ഞ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ, ഇതിലെന്താണ് കാര്യങ്ങൾ, അതിനെക്കുറിച്ച് പറയാൻ രാഹുൽ ഇവിടെ എവിടെയും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ അവന്തികയുമായി ബന്ധപ്പെട്ട വിഷയത്തിനേക്കാൾ വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് ഈ ഒരു, നമുക്കറിയാം നിയമപരമായിട്ട് ഭാരതത്തിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് നിർബന്ധിച്ച ഒരാളെ ഗർഭചിത്രം നടത്താനൊന്നും പറ്റില്ല എന്നിരിക്കെ ഒരു യുവതിയോട് വിളിച്ച് നിർബന്ധിച്ച് ഗർഭചിത്രം ചെയ്യിപ്പിക്കുന്നു എന്നുള്ളതും അതിനെ വലിയ അസഭ്യം പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും യാതൊന്നും പറയാൻ രാഹുൽ ഇവിടെ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ്. രാഹുലിന് ലഭിച്ചിട്ടുള്ള ഒരു ഓഡിയോ സംഭാഷണം, അത് ഓഗസ്റ്റ് 1-ലെ ഓഡിയോ സംഭാഷണമാണെങ്കിലും അതിനെ ഏറ്റവും പുതിയതെന്ന രീതിയിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഇരവാദം ആളുകളിൽ ഉണ്ടാക്കുക, ഒപ്പം തന്നെ പ്രവർത്തകർക്കിടയിൽ ഒരു സോഫ്റ്റ് കോർണർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഇതിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനപ്പുറം രാഹുലിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യക്തിക്ക് നേരെ മാത്രമല്ല ഇത്തരത്തിലൊരു ആരോപണങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുള്ളത്. ഒരു സ്ത്രീക്ക് മാത്രമല്ല രാഹുലിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുള്ളത്. നിരവധി ആളുകളാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിലൊക്കെ എന്താണ് മടങ്ങിയെത്താം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ രാജ്യസൂചന ആ FB പോസ്റ്റിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു.